പറയുകയാണ്, ലമ്മാ മർറ ബിഖൗം, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോ നബി തങ്ങൾ അവരെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടായി പറഞ്ഞു, തഖല്ലലൂ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ, പല്ലുകുത്തണേ. ഫഖാലൂ, ഉടനെ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഫവല്ലാഹി ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ തുഇന്നല്ലൗമ തുആമാ, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ഒന്നും ഭുജിച്ചിട്ടില്ല. ഒന്നും കഴിക്കാത്ത ഭുജിക്കാത്ത ഞങ്ങൾ എന്തിനാണ് പല്ലുകുത്തുന്നത് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവരോട് പറയുകയാണ്, ഇന്നി ലഅറാ ലഹ്മ ഫുലാനിൻ ബൈന സനായാകും, ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനാ പറഞ്ഞില്ലയോ, ഫസാദ് പറഞ്ഞില്ലയോ, അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ, അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അവരനെ കുറിച്ച് ചൂഷണം പറയാൻ വെമ്പൽ കൊള്ളുന്ന എത്രയെത്ര ആളുകളാണ് രാവിലെ പള്ളിയിൽ ജമാഅത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ ജമാഅത്ത് കഴിഞ്ഞാൽ ചില ആളുകൾ ഓടുന്നത് തൊട്ടടുത്തുള്ളതാകുന്ന കടയിലേക്കാണ്. എവിടെ പോവാ? ചായ കുടിക്കാൻ പോവാ. അപ്പൊ സുബൈക്ക് വന്നത് തന്നെ ഇതിനാന്ന് തോന്നിപ്പോ. കാരണം കഴിഞ്ഞ ഉടനെ ചാടി ഇറങ്ങി ഓടുക. സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒന്നുമില്ല. കടയിൽ പോയിരുന്നിട്ടോ ഒരു 3 മണിക്കൂർ അവിടെ ഇരിക്കും. 33 ചായയാണ്. തസ്ബീഹിന്റെ എണ്ണം കണ്ട് ചായ, കടികൾ എല്ലാം കഴിച്ചിട്ടേ പോകും. ഓരോ കടിയെടുക്കുമ്പോഴും ഓരോ വിഷയത്തിലേക്ക് കടക്കും. ലോകോത്തര വിഷയമാണ് പറയുക. തീരെ വിവരമില്ലാത്ത വർത്താനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭയങ്കര അറിവുള്ളതായിട്ടാണ് മൂപ്പരുടെ വിചാരം. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എല്ലാവരുടെ വിഷയം വരും. പള്ളിയിലെ ഉസ്താദിൽ അങ്ങോട്ട് തുടങ്ങും. അയാൾ ഇന്നലെ ഇവിടെ ഇല്ല, ലീവായിരുന്നു കേട്ടോ. മൂപ്പരിപ്പം ഇന്ന് വരേണ്ടതാണ്, വന്നിട്ടില്ല. ഇപ്പൊ സുബൈക്ക് കണ്ടിട്ടില്ല, ഓർമ്മ വരുമായിരിക്കും. സെക്രട്ടറി കാണുമ്പോൾ ഒന്ന് പറയണം, ശമ്പളത്തിന്റെ പകുതി ഒന്ന് കട്ട് ചെയ്യണം. ഇതൊക്കെ എടുത്ത് ചർച്ച ചെയ്യുക. മുത്തല്ലിമീങ്ങളുടെ വിഷയം, നാട്ടുകാരുടെ വിഷയം, അതിലേക്കൂടെ ഒരു പെണ്ണ് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ വിഷയം ഒക്കെ ചർച്ച ചെയ്യും. 2 കാലം മന്തുണ്ട്, വീടുമില്ല, കൂടുമില്ല, ഒന്നുമില്ല, നശിച്ച് നാരായണക്കല്ലെടുത്തിരിക്കുക, മൊത്തം തകർന്നിരിക്കുക. എന്നാലും കുഴപ്പമില്ല, നാട്ടുകാരുടെ മുഴുവൻ ഫനായും ഫസാദും പറയാൻ നാവിന് വലിയ ഇഷ്ടമാണ്. കടയിൽ വന്നിരുന്നിട്ട് അങ്ങനെ 33 ചായയാണ്. സുബ്ഹാനല്ലാഹുടെ എണ്ണം കണ്ട് പോവില്ല, കടയൊന്നും പോവില്ല. കടക്കാരന് പിന്നെ ഇവര് പറ്റുകാരനാണ്. വിട്ടു കഴിഞ്ഞാൽ ഈ കടക്കാരനെ കുറിച്ച് അപ്പുറത്തെ കടയിൽ പോയിരുന്നു ഫിത്തന പറയും. അത് പേടിച്ചിട്ട് ഇവന് 3 ചായ ഫ്രീ കൊടുത്തേക്കും. ഇവിടെ തന്നെ ഇരുന്നോടെ. അത്ര വർത്തമാനം പറയാൻ പ്രിയമുള്ള ചില ആളുകൾ ചില മഹല്ലത്തുകളിലുണ്ട്. അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ മാറ്റണം, അതിനുവേണ്ടിയാണിത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ എന്തിനാണിത്? ചായ കുടിക്കാൻ പോകുന്നതിൽ തെറ്റില്ല, ആവശ്യമായ കാര്യങ്ങൾ വർത്താനം പറയുന്നതിൽ തെറ്റില്ല. ഇത് വരുന്നത് തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നത് തന്നെ ഇതിനാണെന്ന് തോന്നിപ്പോ. അത്ര സ്പീഡിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയിരുന്നിട്ട് വർത്തമാനം പറച്ചിലാണ്. ഫനാ പറയാ, ഫസാദ് പറയാ. നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ചെറിയ പല്ല് കുത്തണം എന്ന്. നമ്മുടെ കയ്യിലൊക്കെ എപ്പോഴും എന്ത് വേണം? ഒരു ചെറിയ കമ്പ് വേണ്ടി വരും, ചെറിയൊരു കോല്. കാരണം എന്താ? കുത്തി 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 പല്ലിൽ നല്ല ഓട്ട വീണിട്ടുണ്ടോ, തുള വീണിട്ടുണ്ടോ? കാരണം അത്രത്തോളം ഫന പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എപ്പോഴും ഇത് തന്നെ പറച്ചില്. പള്ളി നിസ്കരിക്കാൻ വന്നു, നേരത്തെ പള്ളിയിലോട്ട് കയറൂല, വാതിക്കെ ഇരുന്നിട്ട് വർത്തമാനം പറയാൻ. 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാൻ സമയമുണ്ട്, കയറി വരൂല. സുന്നത്ത് നിസ്കരിക്കാൻ സമയമുണ്ട്, കയറി നിസ്കരിക്കൂല. റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കൂല. നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ട്? അതേസമയത്ത് പള്ളിയിൽ അവിടെ ഒരു ഉറൂസ് നടക്കുകയാണ്, അതിന്റെ ചോറ് വെക്കുന്നിടത്ത് എല്ലാം അടുപ്പിന്റെ അവിടെ പോയിരുന്നേക്കുക, തീ കായാൻ വേണ്ടി ഒക്കെ. എന്തായി അതേരെ ഉച്ചയ്ക്ക് വിളമ്പോ എല്ലാം അവിടെ പോയി നോക്കിക്കുക. പള്ളിക്കകത്തോട്ട് കയറൂല. 12 മണി വരെ കമ്മിറ്റിയിലുണ്ട്. 12 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് വേഗം ഒന്ന് പോയാൽ കൊള്ളായിരുന്നു. ഓരോരുത്തർ പതുക്കെ എഴുന്നേക്കാണ് കമ്മിറ്റിയിൽപ്പെട്ടവര്. എന്താ കാര്യം? ആ ബാങ്ക് കൊടുക്കാറായി, നിസ്കരിക്കാൻ വേണ്ടി കയറാൻ മടിയാണ്. വേഗം തന്നെ അസ്സലാമു അലൈക്കും, വേഗം ഓടുകയാണ്. അങ്ങനത്തെ ആളുകൾ കമ്മിറ്റിക്കാരാണ്, പള്ളിയുടെ പരിപാലക സമിതി അംഗങ്ങളാ. ഫ്രണ്ട് സഫിൽ നിസ്കരിക്കാനില്ല. ഫുഡ് കൊടുക്കുന്നിടത്ത് ഫ്രണ്ട് സഫിൽ അവ്വൽ വക്കത്തിൽ ഇവിടെ ഉണ്ട്. വേണേ 3 പൊതി എക്സ്ട്രാ കൊണ്ടുപോവുകയും ചെയ്യും. ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാ, പറയണ്ടേ? പിന്നെ ഇത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്.
വയലാകുമ്പോൾ എല്ലാം പറയും. നോവെന്നുള്ളവർക്ക് അതവർ ചെയ്തിട്ടാണ് നോവുന്നത്, അല്ലാത്തവർക്ക് നോവില്ലല്ലോ. എല്ലാവർക്കും സന്തോഷമുള്ളൂ. അൽഹംദുലില്ലാഹ് ഉസ്താദ് ഇത് പറയണമെന്ന് പറയും. സമൂഹത്തിൽ നടക്കുന്നതാണ്. 12:15 വരെ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കമ്മിറ്റി ഓഫീസ് വേഗം പൂട്ടിയിട്ട് ഒറ്റ ഓട്ടോ എല്ലാം ഉണ്ടാവും. ളുഹറിന് ഒറ്റ വരുത്തല്ല ജമാഅത്തിന്. പിന്നെ എന്ത് പള്ളി പരിപാലനാണ്? അവരെ പള്ളിയിൽ അവ്വല് സഫിൽ ഉണ്ടാകേണ്ടത് അവരല്ലേ വേണ്ടത്, അവരല്ലേ മാതൃക കാണിക്കേണ്ടത്. പള്ളിയിൽ ഒരു പള്ളിക്കാട്ടം കിടക്കുകയാണ്. നാട്ടിലിരിക്കുന്നതാകുന്ന അസിസ്റ്റന്റ് ഇമാമിനെയും മോദിനെയും ഫോൺ വിളിച്ച് വരുത്താൻ ഈ പള്ളിക്കാട്ടം എടുക്കാൻ വേണ്ടി. അവർ വീട്ടില് അവരെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഈ പള്ളിക്കാട്ടം എടുപ്പിക്കാൻ. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ചില മഹല്ലത്തുകൾ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അങ്ങനത്തെ ദുശീലങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദരിക്കേണ്ടവരെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടവരെ ആദരിക്കണം. അതാണ് ഇസ്ലാം. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അള്ളാഹ് ബഹുമാനിച്ച സർവ്വ വസ്തുക്കളെയും ബഹുമാനിക്കുക, ആദരിക്കുക. അള്ളാഹ് നിന്ദിച്ചിട്ടുള്ള സകല വസ്തുക്കളെയും നിന്ദിക്കുകയും ചെയ്യുക. അതാണ് ഇസ്ലാമിന്റെ ബേസിക്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. പരിശുദ്ധ ദീനിന്റെ ശരീഅത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കണ്ടിട്ട് സ്വഹാബത്തെ കിറാമ വീട്ടിലേക്ക് ഇരച്ചു വരുകയാണ്. എല്ലാവരും ഓടിക്കൂടുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയെ ആ ജനാസയുടെ മുഖമൊന്ന് ദർശനം കൊടുക്കുകയാണ്. പുഞ്ചിരിച്ചു കിടക്കുന്നതാകുന്ന സ്വഹാബി വര്യൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് പ്രിയപ്പെട്ട അനുയായികളുണ്ട്. അപ്പോഴതാ ഒരാൾ പറഞ്ഞു അത്രേ, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഇദ്ദേഹത്തെ സ്വർഗ്ഗാവകാശിയായി തങ്ങളൊന്ന് പ്രഖ്യാപിക്കണേ റസൂലേ, തങ്ങളൊന്ന് പറയണേ ഹബീബേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ, ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞതുപോലെ, തൽഹ റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞതുപോലെ, അബൂ ഉബൈദത്ത് ബിൻ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന സഹാബത്തെ കിറാമിനെ കുറിച്ച് സ്വർഗ്ഗാവകാശിയാണെന്ന് തങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ ഇദ്ദേഹം സ്വർഗ്ഗാവകാശിയാണ് എന്ന് തങ്ങളെന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് സന്തോഷമാകും റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മെരുവമ്പായിലുള്ള പ്രിയപ്പെട്ട മുഴുവൻ സഹോദര സഹോദരിമാരും പഠിച്ചു വെക്കേണ്ട അധ്യാപനമാ. ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി ലാ ഇല്ല സാബ ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകാം സാബ. ഫനായും ഫസാദിലും ഏർപ്പെട്ടിട്ടുണ്ടാകാം സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പുഞ്ചിരിച്ച് കിടക്കുന്ന ജനാസയെ നോക്കിക്കൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം. അയൽവാസികളെ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ കൂട്ടുകാരെ കുറിച്ചോ അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ കുറിച്ചോ പാമരന്മാരെ കുറിച്ച് ആരെ കുറിച്ച് പറഞ്ഞാലും അദ്ദേഹത്തെ പിന്നെ സ്വർഗ്ഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. തീർന്നില്ല, പഠിച്ചു വെക്കണേ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, റഅയ്തുൻ നാർ വറഅയ്തു ഫീഹാ ഇംറഅതാ. കത്തിച്ചൊലിക്കുന്ന നരകകുണ്ടാരത്തെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയ സാബ. അതിലൊരു പെണ്ണിനെ ഞാൻ കാണുകയാണ്. വറഅയ്തു ഫീഹാ ഇംറഅതൻ മുഅല്ലഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ.
നരകത്തിലേതാകുന്ന തൂണുമായിട്ട്, നരകത്തിലെ തീക്കുണ്ടാരത്തിലെ തൂണുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ നാവ്. മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ. നരകത്തിലേതാകുന്ന തൂണുമായിട്ട് അതികത്തിജ്വലിക്കുന്ന തൂണിനോട് അവരുടെ നാവ് വലിച്ചു നീട്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. വല്ലാതെ വേദന കൊണ്ട് പൊളയുന്നതാകുന്ന പെണ്ണ്. ഞാൻ ചോദിച്ചു പോയി, മൻഹിയ, ഇതാരാണ് ജിബ്രീലേ? മൻഹിയ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ? ജിബ്രീലേ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ റസൂലേ, ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നാവിന് നീളമുള്ള പെണ്ണാണ് റസൂലേ. സ്വന്തം ഭർത്താവ് എന്ത് കൊടുത്താലും എനിക്ക് ഭർത്താവൊന്നും നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, പുതുതായി കടന്നു വരുന്ന കാമുകന്മാരോട് രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്ന പെണ്ണാണ്. അല്ല, പരസ്യമായി പറഞ്ഞു നടക്കുന്ന പെണ്ണാണ്. ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. ഭർത്താവ് അവൾക്ക് വേണ്ടി പകലന്തിയോളം പാടമ്പത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുമ്പോ, ഭർത്താവ് പ്രവാസ ലോകത്ത് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുമ്പോ, ആ ഭർത്താവ് അറിയാതെ കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തി ആ ഭർത്താവ് അറിയാതെ കാമുകനോട് സർവ്വരഹസ്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന പെണ്ണാണ് ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നാവിന് നീളമുള്ള പെണ്ണാണ് റസൂലേ, നാവിന് നീളമുള്ള പെണ്ണാണ് ഹബീബേ. അവളെയാണ് ഈ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ഏറ്റവും സെന്ററിലുള്ളതാകുന്ന തൂണിനോട് അവരുടെ നാവ് വലിച്ചു നീട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നതായിട്ട് തങ്ങൾ കണ്ടത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകനാണ് പറഞ്ഞത്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, റഅയ്തുന്നാർ, നരക കുണ്ടാരത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. ആ നരകത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് അത് സ്ത്രീകളെയാണ്, സ്ത്രീകളെയാണ്, സ്ത്രീകളെയാണ്. പഠിച്ചു വെക്കണേ പെങ്ങളെ. സ്വന്തം ഭർത്താവ് അറിയാതെ കാമുകരമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്നവരെ, ആ ഭർത്താവിനെ കടക്കണ്ട കടക്കയിലേക്ക് വിളിപ്പിക്കുന്നവരെ, പൊതകിലത്തെ കതക് തുറന്നിട്ടിട്ട് മറ്റുള്ള കാമുകന്മാരുമായി രഹസ്യമായി പാതിരാത്രി സമയത്ത് വാപ്പയുറങ്ങുമ്പോൾ, ഉമ്മയുറങ്ങുമ്പോൾ, കൂട്ടുകാരുറങ്ങുമ്പോൾ, കൂട്ടുകാരികൾ ഉറങ്ങുമ്പോൾ, മക്കളെ തൊട്ടപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുമ്പോ ഉറക്കമടിച്ചുകൊണ്ട് കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്ന, അവരുമായി ശരീരം പങ്കിടാൻ തയ്യാറെടുക്കുന്ന പെങ്ങളെ, പെങ്ങളെ അറിയേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വറഅയ്തു ഫീഹാ അക്സറ അഹ്ലിഹാ അന്നിസാ. കത്തിച്ചലിക്കുന്ന നരക കുണ്ടാരത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് അത് സ്ത്രീകളെയാണ്, സ്ത്രീകളെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്. മദീന പള്ളിയിലെ നിറഞ്ഞു നിൽക്കുന്ന സ്വഹാബത്തുകൾക്കിടയിൽ ഒരു സ്വഹാബി വര്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് റസൂലേ, എന്തു കാരണത്താലാണ് സ്ത്രീകളെ നരക കുണ്ടാരത്തിൽ അധികമായി കാണാനുള്ള കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യുക്ഫിർനൽ അശീർ, സ്വന്തം ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നത് പോട്ടെ, അത് പടച്ചറബ് ഒരുപക്ഷേ പുറത്തു തന്നേക്കാം, അല്ലാഹു അഫ്വു ചെയ്തേക്കാം. അവൻ മാപ്പ് നൽകുന്നവനാണ്, അവൻ പൊറുക്കുന്നവനാണ്, അവൻ കാരുണ്യം വർഷിക്കുന്നവനാണ്, അവൻ ലത്തീഫാണ്, അവൻ റഹീമാണ്, അവൻ ഗഫൂറാണ്. പക്ഷേ സൃഷ്ടികളോടുള്ളതാകുന്ന കടമകളും കർത്തവ്യങ്ങളും പൂർത്തീകരിക്കാതിരുന്നാൽ എങ്ങനെയാണ് രക്ഷപ്പെടുക? സ്വന്തം ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന പെണ്ണാണ്. ആ ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത വീട്ടിൽ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത സൗഭാഗ്യങ്ങൾ മുഴുവനും അനുഭവിച്ച് ഭർത്താവിൻ്റെതാകുന്ന സൗഭാഗ്യങ്ങൾ മുഴുവനും ഉണ്ടായിരിക്കെ അവൻ്റെതാകുന്ന മൊബൈൽ ഫോണിലൂടെ കാമകരമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്ന പെണ്ണാണ്
ചെയ്യുന്നവരാണ്, അത്തരത്തിലുള്ള വീഡിയോ ക്ലിപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. സ്വന്തം ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ പരപുരുഷന്മാർക്ക് വീഡിയോ കോളുകളിലൂടെ കാണിക്കുന്ന എത്രയോ മുസ്ലിം അംഗമാരുണ്ടായിട്ടില്ലേ? അവസാനം ഏതെങ്കിലും റെയിൽവേ ട്രാക്കുകളിൽ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന തലത്തിലേക്ക് എത്രയെത്ര വാർത്തകളാണ് കടന്നു വന്നിരിക്കുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് ദുനിയാവാകുന്ന ഈ രണ്ടാം ഘട്ട ജീവിതം ശരിക്കൊന്നു സൂക്ഷ്മത പുലർത്തി ജീവിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല. ഈ മരുവമ്പായിലൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്തു നോക്ക്, എത്രയെത്ര വീടില്ലാത്തവരായിട്ട് കാണാൻ സാധിക്കും. വളരെ കുറഞ്ഞ പക്ഷമല്ലേ വീടില്ലാത്തവരുള്ളൂ. ഉള്ള വീട്ടുകാരൊക്കെ ഇരുനില വീടിന്റെ വാഹകരല്ലേ, മനോഹരമായ വാഹനങ്ങളുടെ സൗകര്യമില്ലേ, വാപ്പ പ്രവാസ ലോകത്തല്ലേ, ഭർത്താവ് ഗൾഫിലല്ലേ, മക്കള് ഗൾഫിലുള്ളവരില്ലേ, കുടുംബജീവിതം വളരെ സന്തോഷകരമായി പോകുന്നില്ലേ, പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകുന്നില്ലേ? ഒരു 30 കൊല്ലം മുമ്പ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ പട്ടിണി ഇന്ന് അള്ളാഹു മാറ്റി നൽകിയില്ലേ? എടുക്കുന്ന വസ്ത്രങ്ങൾ എത്രയാണ്, കാലിൽ ധരിക്കുന്നതാകുന്ന ചെരുപ്പുകൾക്ക് വരെ റാക്കുകൾ വെക്കുന്ന കാലഘട്ടമല്ലേ? അലമാരകൾ കൊണ്ടുപോയി വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നത് പോലെ, വീടിനകത്തലങ്ങൾ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നത് പോലെ എടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എണ്ണമില്ലാത്ത കാലഘട്ടമാണ്. ഉടുത്തിരിക്കുന്നതാകുന്ന വസ്ത്രങ്ങൾക്ക് എണ്ണമില്ലാത്ത കാലഘട്ടമാണ്. എന്തിനേറെ അവൻ ധരിക്കുന്ന പാദത്തിലിടുന്ന ചെരുപ്പുകൾക്ക് പോലും എണ്ണമില്ലാത്തത്ര ഷൂവും ചെരുപ്പും വാങ്ങിക്കൂട്ടുന്ന മുസ്ലിം ചെറുപ്പക്കാരായ യുവാക്കളെ, യുവതികളെ, ഒരു ഡ്രസ് എടുക്കാൻ പോയാൽ 3 ഡ്രസ് എടുക്കുന്ന പ്രകൃതം എത്രയെത്ര സമ്പത്താണ് ചെലവഴിക്കുന്നത്. എൻ്റെ വാപ്പ കഷ്ടപ്പെടുന്നു എന്നുള്ള ബോധമില്ല. എൻ്റെ ഉമ്മ അന്യരുടെ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ടുകൊണ്ടാണ് എന്നെ പഠിപ്പിക്കുന്നുള്ള ബോധം മക്കൾക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒളിച്ചോടാ തയ്യാറാകുമായിരുന്നു. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് ദാരിദ്ര്യമല്ല, വലാകിൻ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഭയക്കുന്നത് അൻതുബ്സത ദുനിയാ, ഈ ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലതയാകുന്നതാണ്. ഈ ദുനിയാവിന്റെ പളപളപ്പിൽ നിങ്ങൾ വിരാജിക്കുന്നതാണ്. ഈ ദുനിയാവിന് വേണ്ടി നെട്ടോട്ടമോടുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ കൊച്ചു കേരളത്തിലേക്ക് ഈ കഴിഞ്ഞ 6 മാസമായി ഒഴുകിയെത്തിയത് 600 കോടിയുടെ ലഹരി ഉൽപ്പന്നങ്ങളല്ലേ? 2584.5 ഗ്രാം കഞ്ചാവ് ഈ കൊച്ചു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടില്ലേ? 68 കിലോഗ്രാം ഹഷീഷിന്റെ ഉൽപ്പന്നങ്ങൾ പിടിച്ചിട്ടില്ലേ? 31.2 കിലോഗ്രാം MDMA എന്ന് പറയുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടില്ലേ? ഇതൊക്കെ പിടിച്ചെടുക്കാത്ത എത്രയോ സാധനങ്ങൾ ഇന്നും ഈ കൊച്ചു കേരളത്തിന്റെ മുക്കുമൂലകളിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ക്യാമ്പസുകളിലുണ്ട്, പള്ളികളിൽ കേന്ദ്രീകരിച്ചുണ്ട്. അഥവാ പള്ളികൾ നിസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാരുടെ പോക്കറ്റിൽ പോലും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ്. പരിശുദ്ധമായ പള്ളിയുടെ അകത്തളങ്ങളിൽ ഇമാം മിമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ ഓതുമ്പോ ഇത്തഖുല്ലാഹ്, പടച്ച റബ്ബിനെ പേടിക്കണേ എന്ന് പറയുന്ന സമയത്ത് പോലും പള്ളിയുടെ മുകളിലത്തെ നിലയിലിരുന്നു കൊണ്ട് കൂട്ടുകാരന്റെ വാട്സാപ്പിലേക്ക്, അവൻ്റെതാകുന്ന എക്സെൻഡർ മുഖേന, അവൻ്റെതാകുന്ന ടെലഗ്രാമിലേക്ക് അശ്ലീലമാക്കപ്പെട്ട സിനിമകൾ സെൻഡ് ചെയ്തു കൊടുക്കുന്ന യുവാക്കളില്ലയോ? മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ അള്ളാന്റെ പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് പോലും സെൻഡ് ചെയ്തു കൊടുക്കാൻ മടിയില്ലാത്തതായ മുസ്ലിം ചെറുപ്പക്കാരില്ലേ? വാളിന്റെ സദസ്സുകൾ പോലും അലോസരപ്പെടുത്തുന്ന ഒച്ചയിടുന്ന സംവിധാനങ്ങൾ കടന്നു വന്നില്ലേ? മോശപ്പെട്ടതാകുന്ന വർത്തമാനങ്ങൾ പറയുന്നവരില്ലേ? 10 മിനിറ്റ് പോലും ഖുർആൻ കേൾക്കാൻ നമ്മുടെ കാതുകൾ കൊടുക്കാൻ തയ്യാറാവാകാത്ത യോഗത്തേക്ക് നമ്മൾ പോയില്ലേ? അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒരു തരത്തിലേക്ക് മാതാപിതാക്കൾ
പറഞ്ഞാൽ അനുസരണയില്ല, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരണയില്ല, പള്ളിയിലെ ഖത്തീബ് പറഞ്ഞാൽ അനുസരണയില്ല, മുദർരിസ് പറഞ്ഞാൽ അവന് വാക്കല്ല, പള്ളിയിലേതാകുന്ന കമ്മിറ്റി ഭാരവാഹികളെ അവൻ അനുസരണ വർത്തിക്കുന്നില്ല, മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കുന്നില്ല, ചെറിയ കുട്ടികളോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കുന്നില്ല, അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിക്കുന്നില്ല, കുടുംബ ബന്ധങ്ങൾ ശാക്തീകരിക്കുന്നില്ല, സമൂഹത്തിൽ കള്ളു കുടിച്ചുകൊണ്ട് നടന്നു, വ്യഭിചരിച്ചുകൊണ്ട് നടന്നു, സിനിമ കണ്ടുകൊണ്ട് നടന്നു, സീരിയൽ ദർശിച്ചുകൊണ്ട് നടന്നു, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് നടന്നു, മോശപ്പെട്ട സിനിമകൾ, ഏതൊക്കെ സിനിമകൾ ഇറങ്ങിയാലും അതെല്ലാം തെലുങ്കരാമ വരി ആരെങ്കിലും അയച്ചു തരുമ്പോ രാത്രിയുടെ യാമങ്ങളിൽ അതെല്ലാം കണ്ടു തീർക്കുന്ന പ്രകൃതമായി ഒരു പടം ഇറങ്ങിയാൽ, അത് തിയേറ്ററിൽ ഇറങ്ങിയാൽ അവിടെ പോയി കാണാനുള്ളതാകുന്ന ഓട്ടമാണ്. അത് OTT പ്ലാറ്റ്ഫോമിൽ വന്നാൽ നെറ്റ്ഫ്ലിക്സ് മുഖേന ആദ്യം കാണാൻ വേണ്ടി അതിന്റെ പണമടയ്ക്കുന്നതിൽ മുസ്ലിം മക്കൾ മുൻപന്തിയിലാണ്. വെള്ളിയാഴ്ച ദിവസം ഒരു റിലീസ് പടം വന്നാൽ ജുമാ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പള്ളിയിൽ നിന്ന് വിട്ടുകൊണ്ട് ആ മോശമായ സിനിമകൾ കാണാൻ ഓടിപ്പോകുന്നതിൽ മുസ്ലിം സഹോദരങ്ങൾ മുൻപന്തിയിലാണ്. പെരുന്നാളിന്റെ സുദിനത്തിൽ ഒരു റിലീസായ പടം വന്നാൽ, ഒരു പടം റിലീസായാൽ അത് കാണാൻ വേണ്ടി പെരുന്നാൾ നിസ്കരിക്കാൻ പോലും പോകാതെ, ഒരുപക്ഷെ നിസ്കരിച്ചാൽ തന്നെ റമദാൻ മുഴുവനും നോമ്പ് പിടിച്ചതിന്റെ മുഴുവൻ പ്രതിഫലവും നഷ്ടപ്പെടുത്തുന്ന നിലയ്ക്ക് കുടുംബാദികളും ഒന്നിച്ചുകൊണ്ട് സിനിമ കാണാൻ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന മക്കളുള്ള കാലഘട്ടമാണ്. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് വീടിന്റെ അകത്തല്ലെങ്കിൽ കഴിയേണ്ടതിന് പകരം ബീച്ച് റോഡുകളിൽ, നിരത്തുകളിൽ, മാളുകളിൽ കറങ്ങി നടക്കുന്ന പ്രകൃതമുള്ള പർദ്ദധാരികളാകുന്ന മുസ്ലിം സഹോദരിമാരുടെ കാലഘട്ടമാണ്. ഒരു നിലയ്ക്കും മാതാപിതാക്കൾ അനുസരിക്കാതെ 18 നിറകുടങ്ങളാകുന്ന പെങ്ങള് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ സമ്പാദിച്ചതെന്താണ്? സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന, അവരെ തെറി വിളിക്കുന്ന, അവരെ ശകാരിക്കുന്ന, അവരെ പറഞ്ഞാൽ അനുസരിക്കാത്ത, അവരെ വിളിച്ചാൽ വിളി കേൾക്കാത്ത, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കൊണ്ടുപോയി വാപ്പയും ഉമ്മയും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജേന കൂട്ടുകാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ കടന്നു വന്നാൽ വേഗം തന്നെ സ്ക്രീനിലുള്ളത് മാറ്റിവെച്ചിട്ട് ഡിസ്പ്ലേ മറ്റുള്ളത് കൊണ്ടുവന്ന് വാപ്പയും ഉമ്മയും കബളിപ്പിക്കുന്ന മക്കളുള്ള കാലഘട്ടം. വാപ്പയും ഉമ്മയും അറിയാതെ എത്രയോ മോശപ്പെട്ട സിനിമകൾ, മോശപ്പെട്ട വീഡിയോകൾ, മോശപ്പെട്ട ആപ്പുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് രഹസ്യമായി ഹൈഡ് ചെയ്ത് വെക്കുന്നതാകുന്ന മക്കളുള്ള കാലഘട്ടം. കള്ളു കുടിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, MDMA ഉൾപ്പെടെയുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ 2-3 ദിവസം നിലനിൽക്കുന്ന ലഹരിക്ക് അടിമപ്പെടുന്നതാകുന്ന യുവാക്കളുള്ള കാലഘട്ടം. കഞ്ചാവിന് അടിമപ്പെടുന്ന കാലഘട്ടം, ഡ്രഗ്സിന് അടിമപ്പെടുന്ന കാലഘട്ടം, അതിൻ്റെ ഏജന്റായി വർത്തിക്കുന്ന കാലഘട്ടം, അത് കൊടുത്തുകൊണ്ട് സമ്പാദ്യമുണ്ടാക്കാൻ ഏത് വിധേനയും ഇറങ്ങിത്തിരിക്കുന്ന കാലഘട്ടം. കൂട്ടുകാരനെ കൊല്ലടാ, നിനക്ക് 1 ലക്ഷം തരാമെന്ന് വാഗ്ദാനം ചെയ്താൽ സ്കൂട്ടർ വയറും എടുത്തുകൊണ്ട് സ്വന്തം കൂട്ടുകാരൻ്റെ അടിവയത്തിലേക്ക് കുത്തിയിട്ട് അവനെ കടാര കൊണ്ട് കുത്തി മലർത്തിയിട്ട് അതിലൂടെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ദുനിയാവിൽ അടിച്ചു പൊളിക്കാൻ വെമ്പൽ കൊള്ളുന്ന കാലഘട്ടം. സ്വന്തം ഭാര്യയെ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ടാണെങ്കിലും എനിക്കെൻ്റെ ജീവിതം കെട്ടിപ്പടുത്തണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ നിലകൊള്ളുന്ന യുവാക്കളും യുവതികളും ജീവിക്കുന്ന കാലഘട്ടം. ക്യാമ്പസുകൾ മുഴുവനും മലീമസമാകുന്ന പ്രണയത്തിൻ്റെതാകുന്ന കോട്ടകൾ കുത്തുന്ന കാലഘട്ടം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലും മാനഭംഗപ്പെടുത്താൻ മടിയില്ലാത്ത യുവാക്കളുള്ള കാലഘട്ടം. 3 വയസ്സുള്ള പൊന്നുമോള് മദ്രസ വിട്ട് വരുമ്പോ അവരുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടിട്ട്, അവരുടേതാകുന്ന കാലിന്റെ അടിഭാഗം കണ്ടിട്ട് പോലും ആ പാവപ്പെട്ട പെണ്ണിനോട് പോലും മൃഗീയമാകുന്ന ബലാത്കാരം നടത്തുന്നതാകുന്ന കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട കാലഘട്ടം. നിർഭയ എന്ന് പറയുന്ന പെണ്ണിനെ മറന്നില്ലല്ലോ. ബസ്സിനുള്ളിലേക്ക്, ആരോരുമില്ലാത്തതാകുന്ന ബസ്സിനുള്ളിലേക്ക് പിടിച്ചു വലിച്ചു കയറ്റിയിട്ട് ആ പൊന്നുമോളെ ബലാത്കാരമായി ബലാത്സംഗം ചെയ്യുകയാണ്. 4-5 ചെറുപ്പക്കാർ കൂടിയിട്ട് അവസാനം ഒരുത്തൻ കടാറ് കൊണ്ട് പാവപ്പെട്ട പെണ്ണിന്റെ ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്തെ കത്തി കൊണ്ട് ആഞ്ഞാഞ്ഞ് കുത്തുകയാണ്. അവളെ മൃഗീയമായി ബലാത്സംഗം ചെയ്തത് മാത്രമല്ല, അവളെ കൊന്നുകളയാൻ വേണ്ടിയുള്ള മോശമായ പ്രകൃതത്തിന്റെ വക്താവ് ആരാണ്? അന്വേഷിച്ചു പോലീസ് അവസാനം കണ്ടെത്തിയത് ആ കൂട്ടത്തിൽ 15 വയസ്സിൽ താഴെയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനാണ്. അവളെ ബലാത്കാരമായി ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, ആ നിർഭയ എന്ന് പറയുന്ന പാവപ്പെട്ട പെണ്ണിൻ്റെതാകുന്ന ജനനേന്ദ്രിയത്തിന്റെ ലൈംഗിക അവയവത്തിന്റെ ഭാഗത്തേക്ക് കത്തി കുത്തിയിറക്കിയിട്ട് ആ പൊന്നുമോളെ കൊന്നുകളഞ്ഞത് എന്ന് പറയുമ്പോ എവിടെ എത്തി മുസ്ലിമേ നമ്മുടെ ജീവിതം? എവിടെ എത്തിപ്പോയടാ? കള്ളും കഞ്ചാവിന് അടിമപ്പെട്ട ആളുകളില്ലേ? മലപ്പുറം
മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ 21 വയസ്സുള്ളതാകുന്ന മുസ്ലിം പെൺകുട്ടി, അവൾ ഇതാ പഠിച്ചിട്ട് കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഒരു ചെറുപ്പക്കാരനാകുന്ന ആരോഗ്യ ദൃഢഗാത്രനാകുന്ന ചെറുപ്പക്കാരൻ അവളെ കടന്നു പിടിക്കുകയാണ്. 1 മീറ്റർ ഉയരമുള്ളതാകുന്ന മതിലിന്റെ അപ്പുറത്തേക്ക് ആ പാവപ്പെട്ട പെണ്ണിനെ പിടിച്ച് വലിച്ച് അപ്പുറത്തേക്ക് എറിയുകയാണ്. അവനേക്കാൾ ഉയരമുള്ള 1 മീറ്റർ ഉയരമുള്ളതാകുന്ന ഒരു വലിയ മതിലിന്റെ അപ്പുറത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ 15 വയസ്സിൽ താഴെയുള്ള ഒരു മീശ പോലും പൊടിമീശ പോലും മുളയ്ക്കാത്തതാകുന്ന ചെറുപ്പക്കാരൻ കടന്നു പിടിച്ചിട്ട് അവളെ വലിച്ചപ്പുറത്തിടുകയാണ്. വികാരമാണ് അവന്റെ ഹൃദയത്തിൽ, അവന്റെ ശരീരത്തിൽ, അവന്റെ സിരകൾ മുഴുവനും ഓടുന്നത്. ലഹരിയാണ്, ലഹരിയാണ്. തൊട്ടപ്പുറത്തേക്ക് മതിലിന്റെ അപ്പുറത്തേക്ക് വലിച്ചിട്ട് ചാടി ഇറങ്ങി അവളെ വലിച്ചിട്ട് തൊട്ടപ്പുറത്തുള്ളതാകുന്ന വാഴത്തോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോ കുതറിമാറി ചെതറിമാറി ഓടി തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ അഭയം തേടിയ പാവപ്പെട്ട പെണ്ണ് അവളെ പിടിച്ചുകൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ആളുകൾ ചോദിച്ചു, പോലീസ് വന്നുകൊണ്ട് ചോദിച്ചു, എന്ത് പറ്റി മോളെ, ആരാണ് നിന്നെ ഇന്ന മൃഗീയമായി പീഡിപ്പിച്ചത്? അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഒരു ചെറുപ്പക്കാരനാണ്, മീശ പോലും മുളയ്ക്കാത്ത പയ്യനാണ്. ആരാണെന്ന് കണ്ടെടുത്തു. CCTV ക്യാമറകൾ മുഴുവനും വലയം ചെയ്തു. ആളെ കൊണ്ടുവന്ന് പരിശോധിച്ചു നോക്കുമ്പോ 14 വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാരനാണ്. കഞ്ചാവടിച്ചിട്ടല്ലേ നടക്കുന്നത്? കണ്ടില്ലേ കിറ്റക്സിൻ്റെതാകുന്ന ആളുകൾ ചെയ്തത്? അവിടെ നടന്നതാകുന്ന കുരുത്തക്കേടുകൾ നമ്മുടെ കൺമുന്നിൽ ദർശിച്ചില്ലേ? എത്രതാകുന്ന ആളുകളാണ്. ഇതര സംസ്ഥാനത്തിലെ തൊഴിലാളികളോട് ഒരു വിരക്തിയും കുമ്മരം ഉസ്താദിനില്ല, മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾക്കുമില്ല. പക്ഷെ കള്ളുകൊണ്ടും കഞ്ചാവ് കൊണ്ടും ഡ്രഗ്സ് കൊണ്ടും എവിടെയാണ് മനുഷ്യനെ എത്തിച്ചേർക്കുന്നത്? ഈ നാടിന് നിയമവാഴ്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പോലും അപമര്യാദയായി പെരുമാറി അവരവരെ ഉപദ്രവിക്കുന്ന തലത്തിലേക്ക് വരെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ കൊണ്ടെത്തിച്ചതാരാണ്? ആരാണ് ഇവർക്ക് ഡ്രഗ്സ് വിതരണം ചെയ്യുന്നത്? ആരാണ് ഇവർക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ വിധിക്കുന്നത്? ഒരു കോളേജിൽ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾ പരിപൂർണമായി ലഹരി കടിമപ്പെടാനുള്ള കാലഘട്ടം എന്താണ്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന മലപ്പുറം ജില്ലയിലേതാകുന്ന ഒരു സ്കൂളിൽ 8 കൊല്ലം മുമ്പ് നടന്ന വലിയ ഒരു സംഭവം പഠിച്ചു വെച്ചിട്ടില്ലേ? ഒരു പാവപ്പെട്ടതാകുന്ന വിദ്യാർത്ഥികൾ, ഒരു ക്ലാസ്സിലിരിക്കുന്നതാകുന്ന ഒരേപോലെയുള്ള വിദ്യാർത്ഥിനികൾ, അവർ ക്ലാസ്സിലിരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങുന്നത് ടീച്ചറിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പ്രഥമ ടീച്ചർ അവരെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി പ്രത്യേകമായി ഒന്ന് നിരീക്ഷണം നടത്തി, ഒന്ന് പരീക്ഷിച്ചു നോക്കിയപ്പോ, ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോ കാലിനടിയിൽ ഇട്ടിരിക്കുന്നതാകുന്ന ഷോക്സ്, കാലിലിട്ടിരിക്കുന്ന ഷോക്സ് ഊരി നോക്കിയപ്പോൾ കാലിൻ്റെ അടിയിൽ അവർ ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ട് അതിനുള്ളിലേക്ക് മയക്കുമരുന്ന് വെച്ച് ഷോക്സ് വെച്ചുകൊണ്ട് ഭദ്രമാക്കി ഷൂ ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. അവരുടെ സിരകളിലേക്ക്, അവരുടേതാകുന്ന രക്തത്തിലേക്ക്, അവരുടെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വരുന്നത് ലഹരിയാണ്, ലഹരിയാണ്. ഈ നിലയ്ക്ക് ക്ലാസ്സുകൾ പോലും മലീമസമാക്കിയില്ലേ? ഇതാ ന്യൂ ഇയർ ആഘോഷിക്കാൻ ചെറുപ്പക്കാര് തയ്യാറെടുക്കുകയാണ്. എന്താകാശമാണടാ മുസ്ലിമേ? ഇസ്ലാമിലുണ്ടോ ഇതുപോലെ ആഘോഷം? നീ കറാഹത്ത് ചെയ്താൽ അത് കറാഹത്താണെന്ന് പറയാൻ, നീ ഖിലാഫുൽ ഔല ചെയ്താൽ നന്മയ്ക്കെതിരാണെന്ന് വിളിച്ചു പറയാൻ, നീ ഹറാം പ്രവർത്തിച്ചാൽ അത് ഹറാമാണെന്ന് വിളിച്ചു പറയാൻ ഇവിടെ ആലിമീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് മോശത്തരം ചെയ്യരുതേ, നിന്റെ ആഖിബത്ത് മോശമാക്കരുതേ, ആഖിബത്ത് മോശമാക്കരുതേ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എവിടെയാണ് എത്തിയിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ദൻ ലിമൻ യശ്റബുൽ ഖംറ അൻ യസ്ഖിയഹു മിൻ തീനത്തുൽ ഖബാൽ. കള്ളു കുടിക്കുന്നവർ, ലഹരി ഉപയോഗിക്കുന്നവർ, അവർക്ക് തീർച്ചയായും പടച്ച റബ്ബ് നാളെ ആഖിറത്തിൽ ഉറപ്പായിട്ടും കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് തീനത്തുൽ ഖബാലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അവിടെ കുടിനീരുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, തീനത്തുൽ ഖബാലി എന്താണ് റസൂലേ, റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കൊടുത്ത മറുപടി, അറഖു അഹ്ലിന്നാർ ഔ ഉസാറതു അഹ്ലിന്നാർ, നരകാവകാശികളുടെ ചീഞ്ചലമാണ്, അവരുടെ വിയർപ്പാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നരകാവകാശികളുടെ വിയർപ്പ്, അവരുടെ ചീഞ്ചലം, അവരുടെ മുൻദ്വാരത്തിലൂടെയും പിൻദ്വാരത്തിലൂടെയും ഒക്കെ പുറന്തള്ളപ്പെടുന്ന
അവരെ ശിക്ഷിക്കപ്പെടുമ്പോൾ ശരീരത്തിൽ നിർഗളിക്കുന്ന രക്തബിന്ദുക്കൾ ഉൾപ്പെടെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് വിയർപ്പും അവരുടെ രക്തവും അവരുടെ ചീഞ്ചലങ്ങളും അവരുടേതാകുന്ന മലവും മൂത്രവും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ജ്യൂസാക്കി അത് നിന്നെ കൊണ്ട് കുടിപ്പിക്കും നാളെ ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. എന്തിനാ ഇത്ര ഗൗരവത്തിൽ പറയുന്നത്? അത് ഒഴിവാക്കണം. ലഹരി ഉൽപ്പന്നം പരിപൂർണമായി ഒഴിവാക്കണം. ഒന്നല്പം രുചിച്ചിട്ട് ഒഴിവാക്കാം, വേണ്ട. കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ കാര്യങ്ങളും ലഹരി ഉൽപ്പന്നങ്ങളും മത്ത് പിടിപ്പിക്കുന്ന സർവ്വതും പരിപൂർണമായി നിഷിദ്ധമാണ്. അത് ഒഴിവാക്കണേ സയ്യിദുനാ റസൂലുള്ളാഹി. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവരെ, അത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങളിലേക്ക് പോകരുത്. ചെറുപ്പക്കാരികൾ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയെത്ര ആഭാസമാണ് കാണിച്ചു കൂട്ടുന്നത്. കൂട്ടുകാരും ഒന്നിച്ചിട്ട് റെസ്റ്റോറന്റുകൾ പോയി രഹസ്യമായും പരസ്യമായും ഒക്കെ മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന തലത്തിലൊക്കെ കൂത്താടുകയും ഒക്കെ ചെയ്യുന്നത് ഈ സമൂഹം പരസ്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണിവൾ? വാപ്പ വലിയ സാലിഹായ മനുഷ്യൻ, 5 ഹജ്ജും 4 ഉംറയും ഒക്കെ ചെയ്ത് മെരുവമ്പായുടെ പള്ളിയുടെ അകത്തലത്തിൽ തസ്ബിമാല പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ഉപ്പയുടെ മകളാണ്. ആരാണിവൾ? വീടിന്റെ അകത്തലങ്ങളിൽ ഖുർആൻ ഓതിക്കൊണ്ട് സദാസമയം വീടിനെ പരിശുദ്ധപ്പെടുത്തുന്നതാകുന്ന മാതാവിന്റെ പ്രിയപ്പെട്ടതാകുന്ന മകളാണിവൾ. പക്ഷെ ഇവന്റെ പ്രവർത്തനം ഈ നാടിന് വിപത്തായി മാറുകയാണ്. ഇത് പറയണ്ടേ? നമ്മുടെ സമൂഹം ഉത്ബുദ്ധരാകണ്ടേ? അതുകൊണ്ട് പരിപൂർണമായി ശ്രദ്ധിക്കാൻ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ഒരു സ്വലാത്തു സല്ലല്ലാഹു